ഒരുക്കിയ കള്ളാടി മണ്ണിടിച്ചിലിൽ വീഴ്ച കരാർ കമ്പനിക്കെന്ന് സർക്കാർ. നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചു. മണ്ണും അവശിഷ്ടങ്ങളും നീക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം പാലിച്ചില്ല. ആവശ്യപ്പെട്ടത് മെയ് അവസാനവും ജൂൺ ആദ്യവും. ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. തെരച്ചിൽ തുടരുന്നു. തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കള്ളാടിയിലെ കരാറുകാരായ കൊങ്കൺ റെയിൽവേ. ഉരുൾപൊട്ടാൻ കാരണം അതിതീവ്ര മഴ. പ്രഭവ കേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്ത്. നിർമ്മാണ പിഴവില്ല. പ്രദേശം ഇപ്പോഴും സുരക്ഷിതം. ജൂൺ പാതി മുതൽ തുരങ്കപാത നിർമ്മാണം നിർത്തിവെച്ചിരുന്നുവെന്നും വിശദീകരണം. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ന്യൂസ് 18 വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്തത്. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അരികെയുള്ള അപകടം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയെടുക്കാത്ത അധികാരികളുടെ ശ്രദ്ധയ്ക്ക്. കാസർകോട്ടെ വീരമലക്കുന്നിനെ ദുരന്ത ഭൂമിയാക്കരുത്. മണ്ണിടിയാൻ തുടങ്ങിയിട്ട് ഒരു വർഷം. മഴ കനത്തതോടെ ഉറക്കമില്ലാതെ പരിസര പ്രദേശങ്ങൾ. നിർമ്മാണ കമ്പനിക്കും അധികൃതർക്കും നിസ്സംഗത. ഇറാന്റെ വധഭീഷണി മൂലം പാതി വഴിയിൽ വിമാനം മാറിക്കയറി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുർക്കിയിൽ വെച്ച് ട്രംപ് ഇറങ്ങിയത് ഖത്തർ സമ്മാനിച്ച പുത്തൻ എയർഫോഴ്സ് 1-ൽ നിന്ന്. ഭീഷണിയുണ്ടെന്ന് ഇന്റലിജൻസ് വിവരം ധരിപ്പിച്ച ഇസ്രായേൽ. താൻ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് ട്രംപ്. ഇറാനിൽ തുടർച്ചയായ 3-ാം ദിവസവും ആക്രമണം. സിറിക് ഉൾപ്പെടെയുള്ള തെക്കൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ. ബുഷഹർ ആണവ നിലയത്തിന് സമീപത്തും പൊട്ടിത്തെറി. പിന്നിൽ തങ്ങളല്ലെന്ന് US. ആക്രമിച്ചതാരെന്ന് തിരിച്ചറിയാനാകാതെ ഇറാൻ. വിഴിഞ്ഞം വിഷയത്തിൽ CPM-ലെ ഭിന്നത പുറത്തേക്ക്. ദിവ്യ എസ് അയ്യരെ അനുകൂലിച്ച കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തള്ളി PK ശ്രീമതിയും. ശ്രീമതിയുടെ പരസ്യ പ്രതികരണം EP ജയരാജനും KK ശൈലജയ്ക്കും KK രാഗേഷിനെ തള്ളിയതിന് പിന്നാലെ. കോൺഗ്രസിൽ വീണ്ടും നിയമന വിവാദം. SFI നേതാവ് ജയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിനെതിരെ മുഖ്യമന്ത്രിക്ക് KSUവിന്റെ പരാതി. പരാതി നൽകിയവരിൽ അബിൻ വർക്കി MLAയും. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18. BJPയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ നേതൃത്വം രഹസ്യമാക്കി വെച്ച കത്ത് പുറത്ത്. 3 നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത് 7-ാം തീയതി. സർക്കുലർ സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും തിരുവനന്തപുരം മേഖലാ സെക്രട്ടറിയെയും എല്ലാവിധ സംഘടനാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കി. രാഷ്ട്രീയ പ്രചാരണ യാത്രക്കിടെ 41 പേർ മരിച്ച ദുരന്തമുണ്ടായ കരൂരിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യ സന്ദർശനം. കറുപ്പ് വസ്ത്രമണിഞ്ഞ്. മരിച്ചവരുടെ ബന്ധുക്കളുമായും കൂടിക്കാഴ്ച. ആശ്രിതർക്ക് സർക്കാർ ജോലിയിലേക്കുള്ള ഉത്തരവ് കൈമാറും. വിജയ് കടന്നുപോയ വഴിയിൽ തിങ്ങിക്കൂടി ജനം. കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിനെ ന്യായീകരിച്ച കമ്പനി. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചടിയായെന്ന് വിശദീകരണം. കേരളത്തിന് പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ പിരിച്ചുവിട്ടിരുന്നു. തീരുമാനം മാറ്റണമെന്ന് മന്ത്രി. സമവായമുണ്ടാകാതെ സർക്കാരുമായുള്ള ചർച്ച. രണ്ടാം ക്വാർട്ടർ ഫൈനൽ ഇന്ന്. യൂറോപ്യൻ ഭീമന്മാരുടെ പോരാട്ടം. സെമി ഫൈനൽ ലക്ഷ്യമിട്ട് സ്പെയിനും ബെൽജിയവും. സോഫി സ്റ്റേഡിയത്തിൽ രാത്രി 12:30 മത്സരം. മൊറോക്കോയെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമിയിൽ. തമ്മിലടിയിൽ രാജിവെക്കാൻ ഒരുങ്ങി അമ്മ അഡ്ഹോക് കമ്മിറ്റി. മുൻ കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ അധികാരങ്ങൾ തിരികെ നൽകി. കോടതി ഇടപെടലിൽ ജനറൽ ബോഡി അംഗങ്ങൾ ഒപ്പം നിന്നില്ലെന്ന് കമ്മിറ്റി. മുതിർന്ന അംഗങ്ങൾ പ്രതികരിക്കാത്തതിലും അമർഷം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാബരിയുടെ മരണകാരണം തലച്ചോറിലെ രക്തസ്രാവമെന്ന് പ്രാഥമിക നിഗമനം. തലയ്ക്ക് പിന്നിൽ 2 തവണ അടിച്ചതിന്റെ അടയാളം. പുറത്തും വയറ്റിലും ക്ഷതമേറ്റ പാടുകൾ. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ബഹിരാകാശത്തേക്കെത്തുന്ന ആദ്യ മലയാളിയാകാൻ ഒറ്റപ്പാലത്തുകാരൻ. നാസയുടെ ആസ്ട്രോനട്ട് ഡോക്ടർ അനിൽ മേനോൻ ജൂലൈ 14 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക്. ഒറ്റപ്പാലത്തുകാരൻ ബഹിരാകാശത്ത് ചെലവഴിക്കുക 8 മാസം. പ്രളയത്തിൽ ജനജീവിതം സ്തംഭിച്ച് ചൈന. മൃഗശാലയും പാമ്പു വളർത്തൽ കേന്ദ്രങ്ങളും തകർന്ന് മൃഗങ്ങളും വിഷപ്പാമ്പുകളും ജനവാസ മേഖലയിലേക്ക്.
വെള്ളപ്പൊക്കത്തിൽ പണമുയർത്തി വിഹരിക്കുന്ന വിഷപ്പാമ്പുകളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. പുറത്തുപോയത് 900-ഓളം പാമ്പുകൾ. പാമ്പ് കടിയേറ്റ് ഒരു സ്ത്രീ മരിച്ചു.